അതൊന്ന്. ഇന്നത്തെ കാര്യം, കണ്ണൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് നീതിപൂർവമാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ഇടപെടണമെന്ന് ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. കണ്ണൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് നീതിപൂർവം അല്ലാതാക്കുന്നതിനുള്ള ഏകപക്ഷീയമാക്കാൻ ഭരണകക്ഷിയായ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒത്താശ ചെയ്യുന്ന സമീപനമാണ് ഇവിടുത്തെ ജില്ലാ ഭരണാധികാരികളും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ചെയ്യുന്നത്. പേരാവൂർ നിയോജകമണ്ഡലത്തിൽ ഇതുവരെയും പോളിംഗ് ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ ബാലറ്റ് പേപ്പർ കിട്ടിയിട്ടില്ല. ഇന്നലെയും ഇന്നുമായിട്ട് അവർ നെട്ടോട്ട് ഓടുകയാണ്. ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് അവർ നെട്ടോട്ട് ഓടുകയാണ്. ഇന്നും അത് കിട്ടിയിട്ടില്ല. അത് എപ്പോൾ കിട്ടുമെന്നുള്ള ഉത്തരവില്ല. മറ്റ് നിയോജകമണ്ഡലങ്ങളിൽ കൊടുത്തു കഴിഞ്ഞു. ഇന്നലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ വീടുകളിൽ കയറി ആളുകളുടെ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ടല്ലോ, 85 വയസ്സ് കഴിഞ്ഞവരുടെ, കിടപ്പ് രോഗികളുടെ, അതിൻ്റെ ഒരു ഫോട്ടോയായത്. ആ പെട്ടിയുടെ ഒരു ഫോട്ടോയായത്. ആ പെട്ടിയിലെ അതിനുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, ഓട്ട അല്ലെങ്കിൽ തുള, അത് എത്ര വലുതാ? ഇതിപ്പോൾ എല്ലാവരും ചെയ്താൽ നിങ്ങൾ ഒറിജിനൽ എവിടെയെങ്കിലും പെട്ടിയൊന്ന് പരിശോധിക്കണം. അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിന് യാതൊരു സെക്യൂരിറ്റി ഇല്ല. ഇതാർക്കും ഇത് കുടഞ്ഞിട്ടാൽ ഇത് താഴേക്ക് വരും. ഇതൊരു കമ്പി കൊണ്ടോ ഒരു ഈർക്കിളി കൊണ്ടോ വോട്ടെടുക്കാം. അല്ലാതെ തന്നെ ഇങ്ങനെ കമത്തിയാൽ ഈ ബാലറ്റ് പേപ്പർ എന്തിനാ ഇത്രയും? ഒരു ചെറിയ ബാലറ്റ് പേപ്പർ അതിലേക്ക് ഇൻസർട്ട് ചെയ്യാൻ, അതിലേക്ക് നിക്ഷേപിക്കൽ മാത്രമാണല്ലോ. തിരിച്ചെടുക്കുന്ന ലോക്കല്ലേ, ലോക്ക് തുറന്നിട്ടില്ലേ തിരിച്ചെടുക്കേണ്ടത്? അതിലേക്ക് നിക്ഷേപിക്കാൻ ഒരു നേർച്ചപ്പെട്ടി, അമ്പലത്തിലെ പള്ളികളിലെ പോലെ ഒരു നേർച്ചപ്പെട്ടി പോലെ അതിലേക്ക് ഇൻസർട്ട് ചെയ്യാനുള്ള ഒരു ചെറിയ ദ്വാരം മാത്രം മതിയെന്നിരിക്കെ അതിൽ നിന്ന് കൃത്രിമമായിട്ട് കളവായിട്ട് വോട്ട് തിരികെ എടുക്കാൻ സാധിക്കുന്ന തരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിയപ്പോൾ ഞാൻ തന്നെ ജില്ലാ കളക്ടറുമായിട്ട് സംസാരിച്ചു. അപ്പം അദ്ദേഹം അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഇത് പരിശോധിക്കും, അല്ലെങ്കിൽ ഇതിന് തെറ്റുവരുത്താത്ത രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കും എന്ന് പറയുന്നതിന് പകരം എന്നോട് അദ്ദേഹം കയർത്തും തട്ടിക്കയറിയും സംസാരിക്കുകയത്. സാധാരണഗതിയിൽ നവീൻ ബാബുവിൻ്റെ വിഷയം ഉണ്ടായപ്പോൾ പോലും ഞാൻ കയർത്ത് സംസാരിക്കാത്ത ആളാണ് കളക്ടർക്കെതിരെ. പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹം ഭരണകക്ഷിയുടെ ഏജന്റായി പ്രവർത്തിക്കുന്നതിന് ഞങ്ങൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഇതിന് ഉത്തരം പറയണം. ഇതെന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു ദ്വാരം നിർമ്മിച്ചത്? ഇതിലൂടെ കൈപോലും കിടക്കും. ഒരു ഈർക്കിളിയോ ഒരു കമ്പി കഷ്ണോ ഒരു 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 കുടുക്കുണ്ടാക്കിയിട്ട് ഒരു കുടിലോ എടുക്കത്തക്ക രൂപത്തിൽ ദിസ് ക്യാൻ ബി മിസ്യൂസ്ഡ്, ദിസ് ക്യാൻ ബി ടാമ്പേർഡ് വിത്ത്. ഈ ഇതിനുള്ളിലുള്ള ബാലറ്റ് പേപ്പർ അത് തിരുത്താൻ പറ്റും. അതെടുത്ത് ഇരിട്ടി മുനിസിപ്പാലിറ്റിയുടെ അങ്ങനെ അനുഭവം ഉണ്ട്. ഒരു വാർഡിൽ 12 വോട്ടുകൾ പോസ്റ്റൽ ബാലറ്റ് ചെയ്തു. ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം UDFന് കുറച്ച് വോട്ടുകൾ അതിലുണ്ട്. കൃത്യമായിട്ട് ആളുകൾ അറിയാമല്ലോ. നിങ്ങൾ ആർക്കാ വോട്ട് ചെയ്യുന്നൊക്കെ ഏതാണ്ട് അറിയുന്നവരുണ്ടല്ലോ. നിങ്ങൾ പത്രക്കാരൊക്കെ കണക്കൂട്ടുന്നത് അങ്ങനെയല്ലേ? അവസാനം വോട്ടെണ്ണുമ്പോൾ 12 വോട്ടും LDFന്. കാരണം ഇങ്ങനത്തെ ഗ്യാപ്പാണ്. ഈസിലി അതിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ടാപ്പ്. അത് ജില്ലാ കളക്ടർ എടുത്ത് ചൂണ്ടിക്കാട്ടിയപ്പോൾ സാധാരണ കോമൺ സെൻസിൽ ഇത് അധികമായി പോയി, ഇതിന് പരിഹാരം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു ചെക്ക് ഇതിൻ്റെ അകത്തുണ്ടാവും എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം എന്നോട് ഇത് മാധ്യമങ്ങളോട് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ മുകളിൽ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പം അദ്ദേഹം ഉത്തരവില്ല. ഇക്കാര്യത്തിന് കണ്ണൂർ ജില്ലാ കളക്ടർക്ക് ഉത്തരവില്ല. അവരാണ് നിർമ്മിച്ചത്. മനഃപൂർവ്വമാണ്, ബോധപൂർവമാണ്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. അതാണ് KC വേണുഗോപാൽ AICC ജനറൽ സെക്രട്ടറിയും DCC പ്രസിഡന്റും പറഞ്ഞത്. അതിന് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കുന്ന നിലപാട് പാടില്ല. ഇതിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാനത്തെ CEOയും ഈ കാര്യത്തിൽ ഇടപെടണം. ഗവൺമെന്റ് അല്ല തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത്, ഇലക്ഷൻ കമ്മീഷനാണ് എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോഴും നടത്താമല്ലോ. ഇത് എവിടെ കൊണ്ട് വെക്കുന്നത്? എന്തിനാ ഇത്? ദിസ് എ ക്വസ്റ്റ്യൻ ഓഫ് കോമൺ സെൻസ്. നിങ്ങൾ നേർച്ചപ്പെട്ടി കണ്ടിട്ടില്ലേ? ഇവിടെ ഉണ്ട് നേർച്ചപ്പെട്ടി. അമ്പലങ്ങളിൽ കണ്ടിട്ടില്ലേ? പള്ളിയിൽ കണ്ടിട്ടില്ലേ?
ഇതെന്തിനാ അദ്ദേഹം പറഞ്ഞ ഒരു പേപ്പർ, ഒരു ബാലറ്റ് പേപ്പർ അതിനുള്ളിലേക്ക് തള്ളിയിടാൻ വേണ്ടി മാത്രമാണ് ഈ ഹാൾ. അത് നിർമ്മിക്കുന്നവർക്ക് അറിയാൻ മേലെ, അല്ലെങ്കിൽ നിർമ്മിക്കാൻ നിർദ്ദേശം കൊടുക്കുന്നവർക്ക്, സൂപ്പർവൈസ് ചെയ്യുന്നവർക്ക് അറിയാൻ മേലെ. എന്തിനാണ് ഇങ്ങോട്ട് എടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടാക്കുന്ന ഒരു സംവിധാനം? അതെവിടെ ഏത് ഘട്ടത്തിലും മിസ്യൂസ് ചെയ്യപ്പെടാമല്ലോ. ഏതിൻ്റെ മരു പോകുന്നില്ല അകത്തേക്ക്. ഉദ്യോഗസ്ഥന്മാരാരെ വെച്ചേക്കുന്നത്? സർവ്വസ്ഥലത്തും മാർക്സിസ്റ്റ് പാർട്ടി അനുഭാവികളെ മാത്രമേ വെച്ചിരിക്കുന്നത്. സാറിന് ഇലക്ഷനിൽ അത് നറുക്കിട്ടെടുത്ത് എല്ലാ സംഘടനയുടെ ആളുകളെ വെക്കാറുണ്ടെങ്കിൽ ഇപ്രാവശ്യം ഏക വിഷയമായിട്ടാണ് ഉദ്യോഗസ്ഥ വിന്യാസം. അതും കൂടി കൂട്ടി വായിക്കുമ്പോഴാണ് ഈ അപകടം കൂടുതൽ ശക്തമായിട്ട് വരുന്നത്. ഞാൻ ഒരിക്കൽ പറഞ്ഞില്ലേ, കളക്ടറോട് ചോദിക്കും. പ്രധാനപ്പെട്ടതല്ല, ഞാൻ ഒരു സാധാരണക്കാരനാണ്. MK ഷുക്കൂർ വീരണുമായി ചേരുന്നു. ഷുക്കൂർ, എന്താണ് സണ്ണി ജോസഫ് പറഞ്ഞത്? അജിംസ്, ഇന്ന് രാവിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്തിനാണ് ഈ കണക്ക് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. അതേസമയം KC വേണുഗോപാലിൻ്റെ അഭിമുഖത്തിന് പിറകെ ഇപ്പോൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തന്നെ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് KPCC പിരിച്ച പണത്തിൻ്റെയും ചെലവഴിച്ച പണത്തിൻ്റെയും കണക്ക് വെളിപ്പെടുത്തുകയാണ്. 5.38 കോടി രൂപയാണ് കോൺഗ്രസിന് ഈ ഇനത്തിൽ പിരിവായി കിട്ടിയ പണം. ഇതിൽ 1,05 ലക്ഷം രൂപ നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. യൂത്ത് കോൺഗ്രസ് 30 വീട് വെക്കാനായി ജനങ്ങളിൽ നിന്നും പിരിച്ച തുക അന്ന് ആദ്യം 80 ലക്ഷമായിരുന്നു. പിന്നീട് വീണ്ടും അവർ പരിശ്രമിച്ചപ്പോൾ 1,05 ലക്ഷം രൂപയാണ് അവർക്ക് ലഭിച്ചത്. ആ 1,05 ലക്ഷം രൂപ കൂടി അവർ KPCCയെ ഏൽപ്പിച്ചു. അങ്ങനെയെങ്കിൽ 5,42 ലക്ഷം രൂപ, ഏതാണ്ട് 5.5 കോടി രൂപയാണ് KPCCയുടെ കൈവശത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനകം തന്നെ ലഭിച്ച പണം. ഈ പണം അക്കൗണ്ട് വഴി ലഭിച്ചതും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പണമായി അക്കൗണ്ടിന് പുറത്തും ആയി ലഭിച്ച പണമാണ് 5.5 കോടി രൂപ. ഈ 5.5 കോടി രൂപ ഉപയോഗിച്ച് 2 ഘട്ടമായി ഭൂമി വാങ്ങി. ആദ്യം 3.24 ഏക്കർ 3,68 ലക്ഷം രൂപ മുടക്കിയാണ് ഈ സ്ഥലം വാങ്ങിയത്. രജിസ്ട്രേഷൻ ഉൾപ്പെടെ അവർക്ക് ചിലവായത് 3,68 ലക്ഷം രൂപയാണ്. 9 ലക്ഷം രൂപ ഈ പിരിവുമായി ബന്ധപ്പെട്ട ആപ്പ് നിർമ്മിക്കാൻ ചെലവഴിച്ചു എന്നാണ് സണ്ണി ജോസഫ് പറയുന്നത്. രണ്ടാമത്, അതായത് 2 ഘട്ടമായി ഭൂമി വാങ്ങിയതിൽ 2 ഘട്ടമായി ഭൂമി വാങ്ങിയതിൽ 2.18 ഏക്കറാണ് രണ്ടാം ഘട്ടത്തിൽ വാങ്ങിയ ഭൂമി. ഇതിന് 2.5 കോടി രൂപ ചെലവഴിച്ചു. അങ്ങനെയെങ്കിൽ ആദ്യം 3,68 ലക്ഷം, പിന്നീട് 2.5 കോടി, 3, 2, 5, 5.5, 6.25 കോടി രൂപയോളം ഇതിനായി അവർ ചെലവഴിച്ചു. വീട് നിർമ്മിക്കാനുള്ള പണം ഇനി വേണം. ആ പണത്തിനായി ഇനി പിരിവ് നടത്തുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി ജനങ്ങളിൽ നിന്ന് പിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. KPCCയുടെയും AICCയുടെയും ഫണ്ട് ഉപയോഗിച്ച് ഈ ജനങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം ഇപ്പോൾ അവർ വാങ്ങിയ ഭൂമിയുടെ ഡോക്യുമെന്റേഷൻ നടപടികളെല്ലാം തന്നെ നടന്നു വരുന്നതായും പറയുന്നു. അങ്ങനെയെങ്കിൽ ഇന്നലെ കഴിഞ്ഞ 2 ദിവസങ്ങളായി മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ CPM നേതാക്കളും ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, കോൺഗ്രസ് പിരിച്ച പണം എവിടെ, അവരുടെ ബാങ്ക് അക്കൗണ്ട് എവിടെ, എത്ര രൂപ അക്കൗണ്ടിലുണ്ട്, കണക്കുകൾ വെളിപ്പെടുത്തൂ എന്ന ചോദ്യത്തിന് കോൺഗ്രസ് കൃത്യമായ കണക്കുകൾ വിശദീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് തിരുവനന്തപുരത്തെ ധനലക്ഷ്മി ബാങ്കിലാണ് അക്കൗണ്ട് എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മീഡിയ വണ്ണിനോട് നയതന്ത്രത്തിൽ നടത്തിയ വെളിപ്പെടുത്തലിന് പിറകെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തന്നെ രംഗത്ത് വന്ന് ഏതാണ്ട് 6.5 കോടി രൂപയുടെ കണക്കും അതിൻ്റെ വിശദാംശങ്ങളും ഭൂമി വാങ്ങിയതിൻ്റെ വിശദാംശങ്ങളും എല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്നു. ശരി, MK ഷുക്കൂറാണ് വിവരങ്ങൾ നൽകിയത്. സണ്ണി ജോസഫ് കൃത്യമായ കണക്കാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. എത്ര രൂപ പിരിഞ്ഞു കിട്ടി, ആ പണം എന്തു ചെയ്തു, ആ പണം ആവശ്യത്തിന് ഉപകരിച്ചോ, കൂടുതൽ പണം എവിടെയെന്ന് കണ്ടെത്തി, ഇനി വീട് നിർമ്മിക്കാനുള്ള പണം എങ്ങനെ കണ്ടെത്തും തുടങ്ങിയ കാര്യങ്ങളിൽ കൃത്യത വരുത്തിയിരിക്കുന്നു KPCC അധ്യക്ഷൻ. പക്ഷേ ഇനിയാണ് മറ്റു ചില ചോദ്യങ്ങൾ കൂടി ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ഈ ചോദ്യങ്ങൾ മാധ്യമങ്ങൾ നിരന്തരം പ്രതിപക്ഷ നേതാവിനോട് ഉന്നയിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം തിരിച്ച് ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതിൽ CPMന്റെ രക്തസാക്ഷി ഫണ്ട് മുതൽ വയനാട് പുനരധിവാസത്തിന് വേണ്ടി സർക്കാർ നിർമ്മിച്ച വീടുകളുടെ കണക്ക് വരെ ഉയർന്ന ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഇനി മറുപടി പറയേണ്ട ടേൺ ആണ്. അതിന് CPM മറുപടി പറയണം, മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയേണ്ടി വരും. കാരണം എങ്ങനെയാണ് ഊരാളുങ്കൽ സൊസൈറ്റിയെ മാത്രമായി ഈ പുനരധിവാസ പദ്ധതിയുടെ വീട് നിർമ്മാണത്തിലുള്ള ടെൻഡർ ഇല്ലാതെ അവരെ ഏൽപ്പിച്ചു തന്നൊരു ചോദ്യം ഉൾപ്പെടെ ചോദിക്കുന്നുണ്ട് കോൺഗ്രസ്. അപ്പോൾ